ഹരേ കൃഷ്ണ. ഹനുമാൻ വീരഹനുമാനായ കഥയുടെ ബാക്കി ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ഹനുമാൻ ഗന്ധമാദന പർവ്വതത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഹനുമാൻ പെട്ടെന്ന് അമ്മ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഹനുമാൻ വായുവേഗത്തിൽ കുതിച്ചുയർന്നു. എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തെത്തണം. ഞൊടിയിടയ്ക്കുള്ളിൽ ഹനുമാൻ അമ്മയുടെ അടുത്തെത്തി പാതാരവിന്ദത്തിൽ വണങ്ങി. കുഞ്ഞേ, വിജയീ ഭവ എന്ന് അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. യയാതി മഹാരാജാവ് ഹനുമാനെ നമസ്കരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് യയാതി എന്നാണ്. കാശിയിലെ രാജാവാണ് ഞാൻ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഭക്തനുമാണ്. പ്രഭു, എന്നെ രക്ഷിച്ചാലും. ഹനുമാൻ പറഞ്ഞു, രാജാവേ, അങ്ങയ്ക്ക് എൻ്റെ മാതാവ് അഭയം നൽകിയില്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് ഭയപ്പെടുന്നത്? പ്രഭു, എതിരാളി നിസ്സാരനല്ല പ്രഭു. എതിരാളി ആരായാലെന്താ, എൻ്റെ അമ്മയുടെ വാക്കുകൾ പാലിക്കപ്പെടുമെന്ന് ഞാനിതാ ഉറപ്പു തരുന്നു. ഇനി പറയൂ, ആരാണ് അങ്ങയുടെ ശത്രു? ഞാനിതെങ്ങനെ പറയും പ്രഭു? അങ്ങയോട് ഞാനിതെങ്ങനെ പറയാനാണ്? ശ്രീരാമചന്ദ്രൻ നിരപരാധിയായി എന്നെ വധിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. ഹനുമാൻ അത് കേട്ട് ഞെട്ടിപ്പോയി. ഇത് കേട്ട് അമ്മ പറഞ്ഞു, മോനെ, അമ്മ യാതൊന്നും അറിയാതെ വാക്കുകൊടുത്തു പോയല്ലോ. ഇനി എന്തു ചെയ്യും അമ്മേ? ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി എതിർക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? രാജാവ് നമ്മെ അഭയം പ്രാപിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ തിരസ്കരിക്കാനാവുമോ? മാത്രമല്ല, നിന്റെ മാതാവായ എൻ്റെ വാക്കിന് വിലയില്ലാതാവില്ലേ? ഇത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ഭഗവാനെ, ശ്രീരാമചന്ദ്രസ്വാമി, അവിടുത്തെ മുൻപിൽ ഞാൻ എങ്ങനെ എതിർവാക്ക് പറയും? മാതാവിൻ്റെ വാക്കുകൾ പാലിക്കാതിരിക്കാനും ആവില്ല. ഇത്തരത്തിൽ ധർമ്മസങ്കടത്തിലായ ഹനുമാൻ ഒടുവിൽ മാതാവ് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് തന്നെ തീരുമാനിച്ചു. ഹനുമാൻ അങ്ങനെ ശ്രീരാമനുമായി ഏറ്റുമുട്ടി. ശ്രീരാമൻ ഹനുമാന് നേരെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. എന്നാൽ ഹനുമാൻ അത് നിസ്സാരമായി വിഴുങ്ങിക്കളഞ്ഞു. വീണ്ടും വീണ്ടും രാമൻ അയച്ച ദിവ്യാസ്ത്രങ്ങൾ പ്രതിയോഗിയുടെ കഴുത്തിൽ വീണ് മാഞ്ഞുപോയി. ഒടുവിൽ ശ്രീരാമൻ രാമബാണം കയ്യിലെടുത്തു. അപ്പോഴേക്കും വിശ്വാമിത്രൻ ഓടിയെത്തി. ഹരേ കൃഷ്ണ.